ഹായ് കൂട്ടുകാരി, അപ്പം നമ്മളിതാ 2026 കടന്നിരിക്കുകയാണ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ. രാവിലെ തന്നെ അമ്പലത്തിലോട്ട് പോകണം എന്നുള്ളത് ഇന്നലെ തന്നെ തീരുമാനിച്ച കാര്യമാണ് കേട്ടോ. അച്ചുവിന് വെക്കേഷൻ തുടങ്ങിയപ്പം തൊട്ട് അമ്പലത്തിൽ പോകണം എന്ന് കരുതിയെങ്കിലും ഓരോ ആളുകൾക്ക് ഇങ്ങനെ പനി മാറി മാറി വരുന്നതിനാൽ എനിക്ക് ഇതുവരെ അമ്പലത്തിലൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നലെ വൈകിട്ട് തന്നെ ഞാൻ സാരിയൊക്കെ റെഡിയാക്കി ചേട്ടനോട്ട് ചോദിച്ചപ്പോൾ ചേട്ടനും വരുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ധൈര്യത്തിൽ സാരി ഉടുക്കാമെന്ന് വിചാരിച്ചത്. അവസാനം ആയപ്പം പറയാണ് സമയം ഒരുപാട് ലേറ്റായി, എനിക്ക് വർക്ക്ഷോപ്പിൽ പോകണമെന്ന്. അപ്പം ഞാൻ വീട്ടിൽ പോയി അമ്മയും കൂട്ടി ഞങ്ങളിത് അമ്പലത്തിലോട്ട് പോവാണ് കേട്ടോ. ഒരുപാട് ദൂരമൊന്നുമുള്ള അമ്പലമല്ല, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലം തന്നെയാണ്, നമ്മളെപ്പോഴും പോകാറുള്ള അമ്പലമാണ്. പക്ഷേ ഞാനിപ്പം കുറേ നാളായി അമ്പലത്തിലോട്ട് പോയിട്ട്. അങ്ങനെ നമ്മളിത് അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ച് ന്യൂ ഇയർ ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കുമെന്ന്. പക്ഷേ അത്യാവശ്യം തിരക്കൊന്നുമില്ല, നമുക്ക് നന്നായിട്ട് തൊഴാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തൊഴുത് അർച്ചനയൊക്കെ നടത്തി ഇറങ്ങിയിട്ട് വന്നപ്പോൾ നമ്മുടെ ആനക്കുട്ടന്മാരെ കണ്ടു കേട്ടോ. പണ്ട് മുതലേ നമ്മുടെ അമ്പലത്തിലുള്ള ആനകളാണ്. ഇവിടെ 2 ആനകളാണുള്ളത് കേട്ടോ. ഉത്സവ സമയങ്ങളൊക്കെ ആയിക്കഴിയുമ്പോൾ ഈ ആനകളെ വേറെ അമ്പലങ്ങളിലൊക്കെ ഉത്സവത്തിനൊക്കെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചില സമയത്ത് വരുമ്പോൾ ഇവിടെ ആനകളൊന്നും കാണാറില്ല. ഇന്ന് വന്നപ്പോൾ എന്തായാലും 2 ആനകളെയും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അല്ലുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ആനയൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ. നമ്മൾ കുറച്ച് നേരം അതിനെ കണ്ടിട്ടൊക്കെ നമ്മളിത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അമ്പലത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ പഠിച്ച സ്കൂള്. ഞാൻ 7ാം ക്ലാസ് വരെ ഈ സ്കൂളിലാണ് കേട്ടോ പഠിച്ചത്. സ്കൂൾ കണ്ടപ്പോൾ എന്തോ ഭയങ്കരമായിട്ട് പണ്ടത്തെ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വന്നു. അകത്തോട്ട് നോക്കിയ സമയത്ത് ഞാൻ പഠിച്ച ക്ലാസ്സുകളൊന്നും ഇപ്പോൾ ഉണ്ടായിരുന്നില്ല. അതിന് പകരം വലിയ വലിയ ബിൽഡിങ്ങുകളായിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയ അല്ലുവിനെ അമ്മയെ അവിടെ നിർത്തിയിട്ട് ഞാനും അച്ഛനും കൂടെ വള്ളിക്കാലോട്ട് പോകണം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ, ബൈ.